ശരിക്കും സ്പിരിച്വാലിറ്റിയിൽ ഞാൻ ഹരിശ്രീ കുടിക്കുന്ന ഒരാളാണ്. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ദൈവം എന്താണ് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ദൈവം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. ദൈവം കൃഷ്ണൻ, വിഷ്ണു, യേശുക്രിസ്തു, അള്ളാഹു എല്ലാം ഉണ്ട്, എല്ലാം ഒന്നാണെന്നൊക്കെ അറിയാം പെരിഫറലി. പക്ഷെ അതെങ്ങനെയാണ് ആ ഒരു ദൈവം, എല്ലാ ദൈവങ്ങളും ഒന്ന്, ആ ഒരു ദൈവത്തിൻ്റെ പവർ എന്താണ് എന്നൊക്കെ എനിക്ക് സാറിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് മനസ്സിലായത്. വളരെ സിമ്പിളായിട്ട് ഒട്ടും ബോറടിക്കാതെ. ഒരു തുടക്കക്കാർക്ക് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള നല്ലൊരു ക്ലാസ്സാണ് ഉണ്ണികൃഷ്ണൻ സാറ്. അതായത് പണ്ടൊക്കെ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ചില ടീച്ചേഴ്സിൻ്റെ ക്ലാസ് പഠിക്കുന്ന ആൾക്കേ മനസ്സിലാവും, ബാക്കി കുറേ ആൾക്ക് മനസ്സിലാവില്ല. പക്ഷേ സാറിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് ലെവൽ കൂടിയ ആൾക്കും കുറഞ്ഞ ആൾക്കാർക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിലുള്ളൊരു ടീച്ചിങ്സ് ആണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ ശരിക്കും ഹാപ്പിനെസ് തപ്പി ഇറങ്ങിയതാണ്. ഇപ്പം ഞാനിവിടെ ഇങ്ങനെ എന്താ പറയുക എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോഴും, ചെറുതിലെ എപ്പോഴും ഞാൻ ഇങ്ങനെ അച്ഛൻ ഇങ്ങനത്തെ കുറേ ബുക്സൊക്കെ വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വായിക്കുമായിരുന്നു. അന്ന് രമണ മഹർഷിയുടെ ബുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഒന്നും മനസ്സിലായില്ല, കുറേ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ്. ഞാൻ ഉറങ്ങിപ്പോയി. ആ ബുക്ക് ഇന്ന് എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി എന്നുള്ളത് ശരിക്കും എനിക്ക് അത്ഭുതമാണ്. പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്തി നേർക്ക് നേർ മുഖാമുഖം ഇരുന്ന് ചെയ്തപ്പോഴും സാറ് ആ അറിവുകൾ പറഞ്ഞു തന്നതോടൊപ്പം അത് കൃത്യമായി മനനം ചെയ്ത് ആ വിചാരത്തിലേക്ക് പോയപ്പോഴാണ് ശരിയായ സ്പിരിച്വൽ പാത്ത് തെളിഞ്ഞത്. ഇത് എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായ ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. സാറ് ഇതിൽ ഇട്ടിരിക്കുന്ന എഫേർട്ട് ഭയങ്കര ഇമ്മൻസാണ്. കാരണം ഞാൻ പണ്ട് ഒട്ടും സ്പിരിച്വൽ ആയിരുന്നില്ല. എല്ലാം ഫിസിക്സ് കൊണ്ട് പറയാൻ പറ്റും, അല്ലാതെ ഈ സ്പിരിച്വാലിറ്റി ഇതൊക്കെ അങ്ങനെ അതിൽ വലിയ കാര്യമില്ല അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷോഡിഞ്ചർ പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ടാക്കിയത്. അപ്പോൾ ഷോഡിഞ്ചറിൻ്റെ ജീവിതം വായിക്കുമ്പോൾ ഷോഡിഞ്ചർ ഭയങ്കര അദ്വൈത വേദാന്തിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും വലിയ, അതായത് ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ എന്തുകൊണ്ട് ഈ അദ്വൈത വേദാന്തി ആയിരിക്കുന്നു, അങ്ങനെ ഒരു ചോദ്യം വന്നു. അപ്പം ഞാൻ പിന്നെ എന്നാൽ ശരി കുറച്ച് അദ്വൈത വേദാന്തം എന്താണെന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞ് അങ്ങനെ ശങ്കരാചാര്യറിൻ്റെ വർക്കിനെ പറ്റി എഴുതിയിരുന്ന വേറൊരു ബുക്ക് വായിച്ചു. അത് വായിച്ചപ്പോഴേ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ. ഇന്നലെ വൈകുന്നേരം ലാസ്റ്റിലെ ആ മെഡിറ്റേഷൻ ചെയ്തപ്പം അക്ഷരാർത്ഥത്തിൽ എനിക്ക് കുറേ സമയത്തേക്ക് എൻ്റെ കണ്ണീരടക്കാനേ പറ്റിയില്ല. അത്രമാത്രം സങ്കടം കൊണ്ടല്ല, ശരിക്കും നിറഞ്ഞ ഒരു സന്തോഷമുണ്ട്. അതിൽ നിന്ന് ഉണർന്ന് പുറത്തേക്ക് വരാനേ തോന്നാത്ത ഒരവസ്ഥയായിരുന്നു. ഇന്നും പലപ്പോഴും അങ്ങനെ ഒരു സമയങ്ങളിലൂടെയാണ് കടന്നുപോയത്. സാറിനും ഈ അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി തന്ന പ്രപഞ്ചത്തിനും ഒക്കെ ഹൃദയപൂർവ്വം നന്ദി.